ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഹരിത നമ്പ്യാർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ തമ്മിലും അതേമാതിരി എൻ്റെ ടൈറ്റിലും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു കുക്കിംഗ് അല്ലെങ്കിൽ ഒരു റെസിപ്പി വീഡിയോ ആണ് ഞാനത് ചെയ്യുന്നതെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി അതിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ സ്റ്റേറ്റസിൽ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എന്ത് ചിക്കനാണ്, ഇതെങ്ങനെ ഉണ്ടാക്കി, ഇങ്ങനൊരു ചിക്കൻ ഉണ്ടോ? അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി റീൽസിലും ഷോർട്സിലും അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പീനെ പറ്റി അറിയുന്നത്. ഞാൻ അതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇങ്ങനെയൊക്കെ ഒരു ചിക്കൻ ഉണ്ടോ എന്ന്. അപ്പോൾ എല്ലാവരും എന്ത് റെസിപ്പി ഇട്ടോ, വീഡിയോ ഇട്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ എൻ്റെ ഫസ്റ്റ് ലൈവ് വോയിസ് വീഡിയോ, അതായത് ലൈവ് ഇൻട്രോ മാത്രം ലൈവ് ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം വോയിസ് ഓവർ കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആവാം എൻ്റെ ഫസ്റ്റ് ലൈവ് വോയിസ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ച് നീട്ടുന്നില്ല. ഇത് എന്ത് ചിക്കനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ജപ്പാൻ ചിക്കൻ. നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവും, കാരണം നമ്മൾ റീൽസും ഷോർട്സും കാണുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കണ്ടിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഇപ്പോഴും അതറിയാത്ത ആൾക്കാരുണ്ട് എന്നുള്ളത് ഞാൻ ഇന്നലെ സ്റ്റേറ്റസ് ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ട്, ഇതുവരെ കാണാത്തവർക്കും ഇനി കണ്ട് ഇനി ട്രൈ ചെയ്യണം ആഗ്രഹമുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി വീഡിയോ ഇടുന്നത്. ഓക്കെ. അപ്പോൾ ജപ്പാൻ ചിക്കൻ എന്നുള്ള പേരിൽ മാത്രമേ അതൊരു ജപ്പാൻ ചിക്കനായിട്ടുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. തമിഴ്നാട്ടിൽ എവിടെയോ ഈറോഡോ സേലത്തോ അവിടെ എവിടെയോ ഉള്ള ഏതോ ഒരു ഷെഫോ ആരോ ഒരാൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. പക്ഷെ പേര് വന്നിട്ട് ജപ്പാൻ ചിക്കൻ എന്നാണ്. ഒരുപാട് സ്പൈസി കറികൾ ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് ടേസ്റ്റ് ചെയ്യാനും ട്രൈ ചെയ്യാനും പറ്റിയിട്ടുള്ളൊരു ചിക്കനാണത്. കാരണം ഇതിനകത്ത് ഒരുപാട് സ്പൈസസ്, ഒരുപാട് സ്പൈസി അല്ല, അത് നല്ല ക്രീമി ടെക്സ്ചറിൽ വരുന്ന ഒരു ചിക്കൻ. അപ്പം ഞാൻ എന്തിൻ്റെ കൂടെ കഴിക്കുന്നുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ട് ഞാൻ ഇത്രയും കാലം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെയാണ് ഇതേപോലെ ഞാൻ വീണ്ടും എൻ്റെ റീൽസ് ഷോർട്സൊക്കെ സ്ക്രോൾ ചെയ്ത് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ബട്ടർ ഗാർലിക് റൈസിൻ്റെ റെസിപ്പി കണ്ടത്. അത് ഇതിലില്ല, ചിക്കൻ്റെ റെസിപ്പി മാത്രമേ ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു റൈസിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കി നോക്കി. പക്ഷെ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ് കേട്ടോ ബട്ടർ ഗാർലിക് റൈസും ജപ്പാൻ ചിക്കനും. നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ഒരു റെസിപ്പി കിട്ടിയാൽ നിങ്ങൾ എന്തായാലും ബട്ടർ ഗാർലിക് റൈസ് ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം ഈ ജപ്പാൻ ചിക്കനും കൂടി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വൺസെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, നല്ല ഫ്ലേവറായിട്ട്, നല്ല ക്രീമി, നല്ല സോസി ആയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ്. കറിയല്ല, നല്ല ഗ്രേവി, സെമി ഗ്രേവി ആയിട്ടാണ് വരിക. അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചിക്കൻ എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കാം. പിന്നെ 2 ടീസ്പൂൺ മൈദപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം, കട്ടകളൊന്നും ഇല്ലാണ്ട്. എന്നിട്ട് ഈ ചിക്കൻ നമ്മൾ ആ മിക്സിലേക്ക് ഇട്ട് നല്ല രീതിയിൽ കോട്ട് ചെയ്ത് നമുക്കൊരു 5 to 10 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു 5-10 കാഷ്യൂനട്ട്, 10 അല്ല ഒരു 10-20 കാഷ്യൂനട്ട്സ് എടുത്ത് നമുക്ക് നന്നായിട്ട് പൊടിച്ച് വെക്കാം. എൻ്റെ ജാറ് കുറച്ച് വെറ്റായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ പൗഡർ കുറച്ചൊരു വാട്ടർ ഇങ്ങനെ ഇതാക്കിയിട്ടുള്ള പോലെ ആയിപ്പോയി. നിങ്ങൾ നല്ല പൗഡറാക്കി എടുത്താൽ അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഭയങ്കരമായിട്ട് മുരിഞ്ഞു പോകണ്ട കേട്ടോ, നമുക്ക് കറീൻ്റെ ആ ഒരു ലുക്ക് പോവും. ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഇങ്ങനെ മൊരിഞ്ഞെടുക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ കറിക്കൊരു ഭംഗി എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഡാർക്കായതുകൊണ്ടും ടേസ്റ്റിന് ഒരു ഡിഫറൻസ് ഒന്നും വരില്ല, കരിയാണ്ടിരുന്നാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അങ്ങനെ നമ്മൾ 2 സൈഡും അത്യാവശ്യം നന്നായി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡിലേക്ക് വരണ്ടെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനി ഈ ഒരു ഷെയ്ഡാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. ഇനി നമുക്കൊരു പാൻ എടുത്ത് കുറച്ച് ബട്ടർ ഇട്ട് നമുക്കൊന്ന് ചൂടാക്കി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഗാർലിക്
അത് നമ്മളെ ഫ്ലേവർ അനുസരിച്ചിട്ടാണ് കേട്ടോ ഗാർലിക്കൊക്കെ ഇടുന്നത്. ഞാൻ ഒരു കറക്റ്റൊരു കണക്കൊന്നുമില്ല. ഞാൻ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഗാർലിക് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അത് നമുക്കൊന്ന് നന്നായി ബട്ടറിലിട്ട് സോട്ട് ചെയ്തെടുക്കാം. ആ ഒരു നല്ലൊരു സ്മെല്ല് വരുമല്ലോ ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും. അതിങ്ങനെ നന്നായി വരുന്ന സമയത്ത് കളറ് മാറാതിരിക്കാൻ നോക്കണേ ഗാർലിക്കിൻ്റെ. ഈ ടൈമിൽ നമുക്ക് ഗ്രീൻ ചില്ലി അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടും ഇടാം. ഇനി അല്ല നീളത്തിൽ അരിഞ്ഞിടാനാണ് ഇഷ്ടം, അതായത് ഫുള്ളായിട്ട് ഇടാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. കാരണം മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര എരിവ് കൂടി പോകണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് നല്ല കട്ടിയുള്ള പശുമ്പാലാണ് ഒഴിക്കേണ്ടത്. പക്ഷെ എൻ്റെ അടുത്ത് അല്ലാത്തത് കൊണ്ട് ഞാൻ മിൽമേൻ്റെ പാക്കറ്റാണ് യൂസ് ചെയ്തത്. അപ്പം നമുക്ക് അത്ര തിക്നെസ് ഉണ്ടാവില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ പാലും യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് പെപ്പറും പിന്നെ നമ്മളുടെ ഈ ഒരു എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി നമുക്കൊരു ചെറിയ ടീസ്പൂൺ ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ. ഇനി ഇത് നന്നായി ഇളക്കി ഒരു കുറച്ചുകൂടി നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി, ആ ഒരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന്, ഞാൻ ഒരു റെസിപ്പീസിലും ഞാൻ കണ്ടിട്ടില്ല ജപ്പാൻ ചിക്കൻ്റെ, ഞാനിതിൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തു. കാരണം എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത് നന്നായി ഇളക്കി കുറച്ച് നല്ല തിക്കായിട്ട് വരുന്നേരം ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടിൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൽ വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു സോസിൻ്റെ. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി കഴിഞ്ഞ് അത്യാവശ്യം തിക്കാവാൻ തുടങ്ങും നമ്മളുടെ ഗ്രേവി. അപ്പോൾ ഇത് കൂടുതൽ ഗ്രേവി വേണം എന്നുള്ളവർ കൂടുതൽ പാലൊഴിക്കണം കേട്ടോ, വെള്ളം ചേർക്കണ്ട, അതിൻ്റെ ആ ഒരു ഫ്ലേവർ പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി തിക്കായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ചിക്കൻ എടുത്തിടാം. ചിക്കൻ ഇട്ട് നന്നായി എന്താ പറയുക, ആ ഒരു ചിക്കനെ ഈ ഒരു ഗ്രേവിയിൽ നന്നായി കോട്ട് ചെയ്തെടുക്കണം. അത് കുറച്ച് നേരം ഇതിൽ ചെറിയ തീയിൽ, മാക്സിമം ചെറിയ തീയിൽ തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. അതായത് ഏറ്റവും സിമ്മല്ല, മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ ജപ്പാൻ ചിക്കൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ജപ്പാൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ബട്ടർ ഗാർലിക് റൈസിൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചു നോക്കിയത്. അടിപൊളി കോമ്പിനേഷനാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ.